അടൂരിൽ നിന്ന് കൊട്ടാരക്കരയ്ക്കുള്ള വഴിയിൽ കലയപുരം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകരുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് കലയപുരം ജോസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കലയപുരം ജോസിനോടാണ്. ജോസ് ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നയാളാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇത് എന്നാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്? നമസ്കാരം. അച്ഛനും പ്രേക്ഷകർക്ക് എല്ലാവർക്കും. ഈ ആശ്രയ പ്രസ്ഥാനം തുടങ്ങിയത് 1994 ഏപ്രിൽ 7-നാണ്. തീർച്ചയായും യാദൃച്ഛ്യമായി തുടങ്ങിയതാണ്. അവരുടെ അടുത്ത് ബസ് കാത്തിരിക്കുമ്പോഴാണ് മനോരോഗിയ ഒരു പയ്യൻ വിശന്ന് പരീക്ഷണനായി ചായക്കടയിൽ ആഹാരത്തിന് വേണ്ടി കൈ നീട്ടുന്ന കാഴ്ച കാണാനിടയായി. ഭക്ഷണത്തിന് പകരം അദ്ദേഹത്തിന് സമ്മാനിച്ച് തിളച്ച വെള്ളം കൊണ്ട് ശരീരം പൊള്ളലേൽപ്പിക്കലായിരുന്നു. പൊള്ളലേറ്റ പയ്യനെ ശുശ്രൂഷിച്ചുകൊണ്ട് ദൈവമായിട്ട് അടുത്തുള്ള ഉടമ്പടിയാണ് ആശ്രയം. 1994 ഏപ്രിൽ 7. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയായിരുന്നു പുരോഗമിച്ചത്? അത് അമ്മയിനെ ഞാൻ പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകി എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി നീക്കി വെച്ച കുടുംബ ഓഹരിയൊക്കെ ഞാൻ ഈ അനാഥാലയത്തിൻ്റെ പേർക്ക് എഴുതി വാങ്ങി. അങ്ങനെ ഒരാളിൽ തുടങ്ങിയ പ്രസ്ഥാനം എന്ന് തിരുവനന്തപുരത്ത് സേവാഗ്രാം, കൊട്ടാരക്കരയിൽ ആശ്രയ കലവെടുത്ത് സങ്കേതം, അടൂർ പറന്തലിൽ ആശ്രയ ശിശുവൻ, പന്തളം കീരിയൊലിയിൽ ആശ്രയ ശാന്തിപീഠം, കോട്ടയത്ത് ആശ്രയ സ്നേഹവീട്, പെരുമ്പാവൂരിൽ ആശ്രയ, മലപ്പുറത്ത് സഹായി, പാലക്കാട് സ്നേഹാലയം തുടങ്ങി 1 ഡസനിലോളം സ്ഥാപനങ്ങളായി 2000-ലധികം നിരാശ്രയരെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ആശ്വാസ ഗോപുരമായി നിലനിൽക്കുകയാണ്. ഇവിടെ കലയപുരത്ത് എത്ര പേര്? കലയപുരത്ത് മാത്രമായി ഇപ്പം 1000-ലധികം ആളുകളുണ്ട്. ശുശ്രൂഷിക്കാൻ 100ഓളം ആളുകളുണ്ട്. എല്ലാം കിടപ്പ് രോഗികളുണ്ട്, അനാഥരായ കുഞ്ഞുങ്ങളുണ്ട്, മനോരോഗം ബാധിച്ച് തെരുവിൽ അലയുന്നവരുണ്ട്, കുട്ടികളുടെ ഉപേക്ഷിച്ച മാതാപിതാക്കളുണ്ട്. ഇങ്ങനെ എല്ലാ ഗണത്തിൽപ്പെട്ട ആളുകളും ഇവിടുത്തെ താമസക്കാരിൽപ്പെടുന്നു. ഡോക്ടർമാരും നഴ്സുമാരും അടക്കം ഒരു നല്ല സംഘം സന്നദ്ധ പ്രവർത്തകരാണ് ഇവരെ ശുശ്രൂഷിക്കുന്നത്. അവര് ബഹുജനങ്ങളുടെ പങ്കാളിത്തത്തിലാണ് ഈ പ്രസ്ഥാനത്തിൽ പോകുന്നത്. എത്ര നഴ്സുമാരുണ്ട് ഇവിടെ? ഒരു 2 ഡസനോളം നഴ്സുമാരും അത്രയും തന്നെ സോഷ്യൽ വർക്കേഴ്സും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അടക്കമുള്ള ജീവനക്കാർ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യന്മാർ, എല്ലാ ആളുകളും ഇവിടെ വർക്ക് ചെയ്യുന്നു. സൈക്കോളജിസ്റ്റ് ആഴ്ചയിൽ എത്ര പ്രാവശ്യം? സൈക്കോളജിസ്റ്റ് ആഴ്ച 3 ദിവസമാണ് വന്നിരിക്കുന്നത്. സൈക്കാട്രിക് ഡോക്ടർമാർ 3 പേരുണ്ട്, ഒരു ഫിസിഷ്യനുണ്ട്, 4 ഡോക്ടർമാർ സേവനം എടുക്കുന്നതാണ്. ഇവിടെ കുട്ടികളുണ്ടോ? കുട്ടികളുണ്ട്. 1 വയസ്സ് തൊട്ട് മേപ്പെട്ടുള്ള കുട്ടികളാണുള്ളത്. എത്ര പേരുണ്ട് കുട്ടികൾ? ഇപ്പോൾ ഇവിടെ 35 ആളുകളാണുള്ളത്. ഇവിടെ കുട്ടികളുടെ സ്ഥാപനം തുടങ്ങിയത് 2000 ആണ്ടിലാണ്. 2000 കുട്ടികളുടെ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ 25 വർഷമായി. ഇവിടെ 200-ലധികം കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിച്ച് തൊഴിൽ ലഭ്യമാക്കി വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. 201 പെൺകുട്ടികളുടെ വിവാഹം നടത്തി അവരെ കുടുംബജീവിതത്തിലേക്ക് അയച്ചിട്ടുണ്ട്. നഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ഇപ്പോൾ 2 സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്നുണ്ട്. MSWക്കാർ നിരവധി പേര് ഇവിടെ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നിരവധി ആളുകളെ കൈപിടിച്ച് ഉയർത്തുവാൻ ഈ പ്രസ്ഥാനത്തിന്റെ ശുശ്രൂഷയോട് സാധിച്ചിട്ടുണ്ട്. ഇവരെയൊന്നും ഞാൻ പോയി ഏറ്റെടുക്കലല്ല. ഇങ്ങനെ കടത്തിണ്ണയിൽ ഉറങ്ങുന്നവരെയും തെരുവിൽ അലഞ്ഞു നടക്കുന്നവരെയും പോലീസ് അധികാരികൾ നൈറ്റ് പെട്രോളിങ്ങിനിടെ വാഹനത്തിൽ കയറ്റി ഇവിടെ എത്തിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും പുതിയ ആളുകൾ വന്നു ചേരുന്നു. അവരെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളുവാൻ നമ്മൾ നിർബന്ധിതരാകുകയാണ്. അപ്പോൾ ഈ കട്ടിലിൻ്റെ അടിയിൽ കഴിയുന്ന 300 പേർക്ക് വേണ്ടി ഒരു 5 നിലകളുടെ ഒരു ബഹുനില കെട്ടിടം നിർമ്മാണത്തിലിരിക്കുകയാണ്. പൂർത്തീകരണത്തോടടുക്കുന്നു. 53,000 ചതുരശ്ര അടി വലിപ്പമുള്ളതും 13.5 കോടി രൂപ എസ്റ്റിമേറ്റുള്ള കെട്ടിടമാണ് നിർമ്മാണത്തിലിരിക്കുന്നത്. 1 നില ജോയി അലുക്കാസ് ഫൗണ്ടേഷനും മറ്റൊരു നില ചിറ്റിലപ്പള്ളി ഗ്രൂപ്പും നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ബാക്കി 3 നിലക്കുള്ള സഹായങ്ങൾക്ക് ഞങ്ങൾ ബഹുജനങ്ങളുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. ഇനി എത്ര രൂപയുടെ വേണ്ടി വരും? ഇനി പണി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഒരു 5 കോടി രൂപയുടെ ഉണ്ടായെങ്കിലേ പണി പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ. 13.5 കോടിയിൽ 8.5 കോടി രൂപയുടെ വർക്ക് നടന്നതിനകം ഇനി 5 കോടി രൂപയുടെ വന്നാൽ പൂർത്തീകരിക്കാനെത്തും. ഇത് ഈ പ്രസ്ഥാനത്തിന് കാര്യമായ സർക്കാർ സഹായങ്ങളില്ല. സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ വർഷം ഒരു 11 ലക്ഷം രൂപ ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഈ 31 വർഷമായിട്ട് ഒരു സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. വിദേശ ഏജൻസികളുടെ ഗ്രാന്റുകളോ അങ്ങനെയുള്ള സഹായങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ബഹുജനങ്ങളുടെ സംഭാവന കൊണ്ടാണ് ഈ പ്രസ്ഥാനം നടക്കുന്നത്. CSR ഫണ്ട് ലഭിക്കാനുള്ള അർഹത നമുക്കുണ്ട്. ഈ ലഭിച്ചപ്പോൾ തന്നെ ജോയി അലിക്കാസ് തന്നതും ചിറ്റിലപ്പള്ളി ഗ്രൂപ്പ് തന്നതും ഒക്കെ CSR ഫണ്ടുകളാണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് CSR ഫണ്ട് വാങ്ങാനുള്ള അർഹത നമുക്കുണ്ട്. 12 ATG ഉണ്ട്, FCRA ഉണ്ട്. ഇത്തരത്തിലുള്ള കടലാസുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ, ഇവിടുത്തെ മതിയായ ആവശ്യങ്ങൾക്കുള്ള സഹായം എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ്. ഒരു മാസം ഭക്ഷണത്തിന് തന്നെ എന്ത് ചിലവ് വരും? ഭക്ഷണത്തിന് പ്രതിദിനം 1 ലക്ഷം രൂപ വേണം.
ഒരു മാസം 30 ലക്ഷം രൂപ ഭക്ഷണത്തിനും അത്രയും തന്നെ രൂപ മറ്റ് ചിലവുകൾക്കായിട്ടുള്ളൂ. 60 ലക്ഷത്തോളം രൂപ പ്രതിമാസം ഇവിടെ കണ്ടെത്തേണ്ടതുണ്ട്. പിന്നെ ഇയാൾ കൃഷി വഴി പശു വളർത്തൽ വഴിയൊക്കെ കുറച്ച് ചെറിയ ചെറിയ സഹായങ്ങൾ സ്വരൂപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 40 പശുക്കളുടെ ഒരു ചെറിയ ഡയറി ഫാമുണ്ട്. 25 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് ജൈവ കൃഷി നടത്തുന്നുണ്ട്. അതിന് പുറമെ മാതൃനാട് എന്നുള്ളതിന് മാസിക വഴി, അതുപോലെ തന്നെ ആശ്രയ FM90 എന്ന് പറയുന്ന റേഡിയോ വഴി, പ്രൊഫഷണൽ നാടക സമിതി വഴിയൊക്കെ കൊച്ചു വരുമാനങ്ങൾ കണ്ടെത്താനുള്ള പരിശ്രമം ആശ്രയ നേരിട്ട് നടത്തുന്നുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടെത്തുന്ന തുകയും ഒപ്പം പൊതുജനങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ സഹായങ്ങൾ സ്വരൂപിച്ചാണ് ദൈനംദിന ആവശ്യങ്ങൾ ഇപ്പോൾ നടന്നു പോകുന്നത്. എന്നിരുന്നാൽ നല്ല സാമ്പത്തിക ബാധ്യതയുണ്ട്, വലിയ കടമുണ്ട്. അത് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഭയങ്കര വലിയ സംഖ്യ ആയതുകൊണ്ടാണ് ഞാൻ വെളിപ്പെടുത്താൻ ശ്രമിക്കാത്തത്. ഈ കാണുന്നതാണ് പുതിയതായി പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടം. ഇത് 5 നില കെട്ടിടമാണ്. ഇതിന്റെ 2 നിലയ്ക്കുള്ള ക്യാഷ് ഓഫർ ഉണ്ട്. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ജോയ് ആലുക്കാസ് ഫൗണ്ടേഷനും ഓരോ നില വീതം പണിതു കൊടുക്കാവുന്ന സമയത്തുണ്ട്. ബാക്കി 3 നിലയ്ക്ക് കാര്യമായ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് CSR ഫണ്ട് കൊടുക്കുവാൻ സാധിക്കുന്നവരൊക്കെ ഇവരെ കൈ അഴിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടാതെ പൊതുജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ പ്രസ്ഥാനം നടക്കുന്നത്. എല്ലാവരും മാസം തോറും ഒരു ചെറിയ തുകയെങ്കിലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കൊടുത്താൽ ഇവരുടെ കാര്യങ്ങൾ നടന്നു പോകും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ നല്ലൊരു പ്രസ്ഥാനം നടക്കുവാൻ വേണ്ടിയിട്ട് കൈകോർക്കാം. സംഭാവനകളൊക്കെ നൽകുവാനുള്ള അക്കൗണ്ട് നമ്പറും ഈ സ്ഥാപനത്തിന്റെ ഫോൺ നമ്പറും ഇതോടെ ഞങ്ങൾ ചേർക്കുന്നു. ATG ഉള്ളത് കൊണ്ട് ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുക്കുന്ന സംഭാവനകൾക്ക് ഡിഡക്ഷൻ അനുവദനീയമാണ്. ഇൻകം ടാക്സിന്റെ ഡിഡക്ഷൻ ATG അനുസരിച്ച് അനുവദനീയമാണ്.